നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കോമഡി മസാലയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ രണ്ട് അതിഥികളായ താരങ്ങളെയും ഉല്ലാസ് പന്തളം ആൻഡ് നെൽസൺ ഷൂറനാട്. സോ രണ്ടുപേരും ജോയിൻ ചെയ്തിരിക്കുകയാണ്. നെൽസൺ ചേട്ടാ, നമ്മളിത് മാച്ചിങ്ങിലാണ് കേട്ടോ, അല്ലേ? എന്തോ ഒരു മാച്ചിങ് ഉണ്ട് നമ്മൾ തമ്മിൽ, സ്വഭാവത്തിലില്ലെങ്കിലും. അങ്ങനെയല്ല, നെൽസൺ ചേട്ടാ അത്രയും നല്ല സ്വഭാവമല്ലല്ലോ എൻ്റെ ഞാൻ ഉദ്ദേശിച്ചത്. ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ വിചാരിച്ച് ചേട്ടാ റെഡി അല്ലേ? റെഡി പൊളിച്ചേക്കാം. യെസ്. അപ്പൊ നമ്മള് ഒരു തകർപ്പൻ എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ ഓഡിയൻസ്? യെസ്. ഒരു സിനിമ സ്പൂഫുമായിട്ട് ഇനി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് ടീം സൂപ്പർ ജോക്കേഴ്സ്. മലയാള ചലച്ചിത്ര വേദിയിൽ ഏറെ സൂപ്പർ ഹിറ്റായ ആറാം തമ്പുരാൻ എന്ന ചലച്ചിത്രത്തിന്റെ ഹാസ്യ ആവിഷ്കാരവുമായി എത്തുന്നു ടീം സൂപ്പർ ജോക്കേഴ്സ്. ജഗനെ വിളിച്ചോ? കിട്ടുന്നില്ല, ഔട്ട് ഓഫ് റേഞ്ചാ. ബുൾഷിറ്റ്. അവന് കഴിഞ്ഞ ആഴ്ച 500 രൂപയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിക്കൊടുത്തത്, അതും കൊണ്ട് കളഞ്ഞു. ഹലോ, ആരാ? ഓ ജഗൻ, നീ എവിടെയാ? ഇത് ആരുടെ നമ്പർ? എന്റെ കൂട്ടുകാരന്റെ ഫോണിൽ നിന്നാ. പെട്ടെന്ന് പറയണം, ഇതിനകത്ത് 1 രൂപയേ ഉള്ളൂ. പെട്ടെന്ന് പറ. എടാ, ആ പണ്ണൻ എബി എന്നെ ചതിച്ചു. എന്നാ എലിവേഷം വെച്ച് കൊല്ലാൻ നോക്കടാ. എടാ എലിയല്ല, എബി. ആ എബി മാത്യു എന്നെ ചതിച്ചു. പൊങ്കാലയ്ക്ക് കച്ചവടം ചെയ്യാനായി ഇറക്കുമതി ചെയ്ത പൊങ്കാലച്ചട്ടിയുടെ ഓർഡർ രാമസ്വാമി അസോസിയേറ്റിന് മറിച്ചുവിറ്റത് ഞാൻ അറിഞ്ഞു. അതെ, അത് നീ എങ്ങനെ അറിഞ്ഞു? അത് ഞാനല്ലേ റെഡിയാക്കി കൊടുത്തത്. ജഗൻ, നീ എന്താ ഈ പറയുന്നത്? കേൾക്കുന്നില്ല. എല്ലാം അറിയുന്നവൻ ഞാൻ. ശംഭു മഹാദേവ. നിനക്ക് ആവശ്യമുള്ള ശംഭു ഞാൻ വാങ്ങിത്തരാം. നീ ഒന്നിവിടം വരെ വാ. നീ ഒരു പൈന്റിന്റെ കഴുത്തു പൊട്ടിച്ച് അടി തുണയ്ക്കോ. 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ജഗൻ അവിടെ എത്തിയിരിക്കും. തള്ളേ വലിച്ച്. എന്താ, ഇവിടത്തെ ഫ്രിഡ്ജ് കേടായിരിക്കുകയല്ലേ? ഇനി ഐസ് അവിടെ പോയി ഉണ്ടാക്കും. അതൊക്കെ റെഡിയാക്കാം. നീ എത്രയും പെട്ടെന്ന് ഇവിടം വരെ വാ. ശംഭു മഹാദേവ. നാശം, അവന്റെ മൊബൈലിലെ പൈസ തീർന്നു. എടാ, നോക്കിക്കൊണ്ടിരിക്കാതെ ഉള്ള വെള്ളത്തിൽ അടിക്കാൻ നോക്ക്. ജഗം വന്നാൽ അറിയാലോ, കിട്ടില്ല ഒരു തുള്ളി പോലും. അപ്പോ സാധനം കംപ്ലീറ്റ് അടിച്ച് തീർത്തല്ലേ? ഞാൻ മേടിച്ചോണ്ട് വന്ന മിച്ചർ വെറും വേസ്റ്റ്. ജഗ, ഒരുമാതിരി കോപ്പിലെ പണി കാണിക്കരുത്. 4ാമത്തെ പെക്ക് തീരുമ്പോ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ട് ദേ ഇപ്പൊ കുപ്പി കാലിയായി. അതിപ്പോ ഞാൻ അറിഞ്ഞു നിങ്ങൾ ഇങ്ങനെ മണക്കനെ അടിച്ച് തീർക്കുന്നു. അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? എന്റെ പൊന്നളിയ, ഞാൻ അവിടെ ചെന്നപ്പോ യമണ്ടൻ ക്യൂ. പിന്നെ ഞാനിങ്ങ് തിരിച്ചു പോന്നു. നമുക്ക് വല്ല ബ്ലാക്കിന് കിട്ടുമോ നോക്കാം. ജഗ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പൊങ്കാലച്ചട്ടിയുടെ കാര്യമാ പറഞ്ഞത്. ഞാൻ കുപ്പിയുടെ കാര്യമാ പറഞ്ഞത്. ജഗ, തമാശകളാ. കോടികളുടെ ബിസിനസ്സാ. ചട്ടിയുടെ കാര്യം എന്തായെന്ന് പറ. എടാ, നിനക്കറിയാലോ, ജഗൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. അതൊക്കെ എപ്പോഴേ ഓക്കെ. എനിക്കറിയാം നീ ചെയ്യുമെന്ന്. പറയൂ ജഗൻ, ഇതിന് പ്രതിഫലം എന്താ നിനക്ക് വേണ്ടത്? ആകാശത്തിന് കീഴിലുള്ള എന്തും നിനക്ക് ചോദിക്കാം. കോടികളുടെ ആസ്തിയുണ്ട് നിന്റെ സുഹൃത്ത് ഈ പൂച്ചമണിയനെ. ചോദിക്കും, എന്താ വേണ്ട? എങ്കിൽ അളിയന്റെ വീടും വസ്തുവും എനിക്ക് എഴുതിത്താ. അങ്ങനെ പറയരുത്. ആവേശം മൂക്കുമ്പോ വായി തോന്നുന്നു വിളിച്ചു പറയരുത് കേട്ടാ. നിനക്ക് പറ്റുമെങ്കിൽ ഇതെനിക്ക് വാങ്ങിച്ചതാ. ഇത് കണിമംഗല ആൻഡി ആപ്പീസല്ലേ? നിനക്കെന്തിനാണ് ഈ പഴഞ്ചൻ ആൻഡി ആപ്പീസ്? നിനക്ക് ഞാൻ നല്ലൊരു പുതിയ ആൻഡി ആപ്പീസ് വാങ്ങിച്ചു തരും. അളിയ, വർഷങ്ങളായി പ്രവർത്തനം നിലച്ചു കിടക്കുന്ന കണിമംഗലം വണ്ടി ആപ്പീസ്, നിഷ്കളങ്കരായ കുറെ തൊഴിലാളികളുടെ കണ്ണീരും വേദനയും തളം കിട്ടി കിടക്കുന്ന ഈ അണ്ടി ആപ്പീസ് വാങ്ങിച്ചു തരാൻ പറ്റുമോ നിനക്ക്? യെസ്, ഡൺ. ജഗ, നിനക്ക് തന്നെ തരാം. ഞാൻ പറഞ്ഞല്ലോ തരാന്ന്. പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? ഞാനൊന്നും വാവിട്ട് ചോദിച്ചതല്ല, ഇതെന്റെ റിംഗ് ടൂണാണ്. ആരാന്ന് ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴി പോക്കനാണ്. ഇവിടെ കശുവണ്ടി ഓഫീസിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മളാടാണാണാവോ? തുടക്കത്തിലെ നാക്കു കുടുക്കിയല്ലേ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്.
അതെ, അല്ലാന്ന് തോന്നാ ഇതിനു മുമ്പ് ഭഗവതിയെ നേരിട്ട് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ. സത്യം, ആ സ്ത്രീത്വം തുളുമ്പുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇതൊരുമാതിരി കശുമായ്ക്ക് കയ്യും കാലും വെച്ച പോലെ, എന്നിട്ട് പെണ്ണെന്ന് പേര്. അണ്ടി ഓഫീസിന്റെ മുന്നിലായതുകൊണ്ടേ ഇതിനുള്ള മറുപടി ഉണ്ണിമായി പറയുന്നില്ല. ഞാൻ മെയിൻ മെക്കാടാടോ മാഷേ. അതേതാ ഞാനറിയാത്തൊരു മക്യാട്? ഞാൻ ആരാണാണാവോ? അപ്പൊ നമ്മളെ ടീമായിരുന്നല്ലേ? എന്തായാലും കുട്ടി ചോദിച്ചോണ്ട് പറയാം. കശുവണ്ടി വറക്കാൻ വന്ന പുതിയ വറുപ്പുകാരൻ, കണിമംഗലം അണ്ടിയാപ്പീസിലെ ജഗന്നാഥൻ വറുപ്പുകാരൻ. കണ്ടാലും പറയും ഒരു വറുപ്പുകാരൻ. ഉന്നീന്ന് മാറാ വറുപ്പുകാരാ. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, പിന്നെ പെണ്ണെന്ന പേരും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി മക്യാടുകാരി. എന്തോന്ന് പറങ്ങേണ്ടി വറക്കാന്ന്. എടോ മംഗലം, കശുവണ്ടി പരിപ്പ് തിന്നാൻ ഒരു മോഹം. ആരാ ഇവിടെ നന്നായിട്ട് കശുവണ്ടി പൊട്ടിക്കുന്നത്? ഈ മംഗലം നന്നായിട്ട് കശുവണ്ടി പൊട്ടിക്കും. പരിപ്പിനൊരു കേടുപാട് പോലും സംഭവിക്കില്ല. എന്നാൽ രണ്ടെണ്ണം എടുത്ത് പൊട്ടിച്ചു താടോ. അതിനിപ്പോ നല്ല കൊട്ടുപൊടി വേണമല്ലോ. അതിപ്പോ എവിടെ കിട്ടും? ഇവിടത്തെ കൃഷ്ണവർമ്മ തമ്പുരാന്റെ കയ്യിൽ പരുവം വന്നൊരു കൊട്ടുവടിയുണ്ട്. അതായാലോ? ഹൈ, അത് ഓൾഡ് പഴയത്, അത് ശരിയാവത്തില്ലെന്ന്. എന്നാ പോയി വാങ്ങിക്കൊണ്ട് വാടോ. എടോ മംഗലം, കൊട്ടുവടി ഇപ്പൊ എത്തും. ബാക്കിയുള്ള ഒരുക്കങ്ങൾ റെഡിയാക്കിക്കോ, എനിക്ക് തിന്നോളാൻ വയ്യ. തമ്പുരാൻ, അയാൾ ആ കൊട്ടുവടി തരില്ല എന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് അപ്പോഴാ അയാൾ തരില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. ചുമ്മാ ചുമ്മയല്ല, ഉള്ളതാ. ഇതാ ചുമ്മയല്ല, ഇതെന്റെ സ്വന്തം ചുമ്മ. അപ്പോ എന്റെ കയ്യിൽ ഒരു കൊട്ടുവടി ഇല്ലാത്തത് വളരെ മോശമായി പോയി അല്ലേ? റിയലി എത്ര നാളായി ഞാൻ പറയുന്നു ഒരു നല്ല ടച്ച് ഫോൺ വാങ്ങി തരാൻ. ഇന്ന് ഞാൻ കുളത്തിൽ കുളിക്കാൻ പോയപ്പം തെക്കലെ സരസ എന്നോട് സെൽഫി എടുത്തിട്ട് ചോദിക്കുക നിന്റെ എക്സെൻഡർ ഒന്ന് ഓൺ ചെയ്യാൻ. ഞാൻ ചമ്മി പോയി. കൂട്ടുകാരികളുടെ കയ്യിലിരിക്കുന്ന 4G ഫോൺ കണ്ടിട്ട് എനിക്ക് കോത്തിയാവുക. എനിക്ക് ഫോൺ വാങ്ങി തരാൻ ആരാ ഉള്ളത്? ഞാനൊരു അനാഥയായി പോയില്ലേ? എന്താ പനിയാണോ? പനിയല്ല, ഈ കൊട്ടോടി വെച്ചിട്ട് കുറച്ച് പൈസ വേണം. എനിക്ക് വേണ്ട. ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ പറ്റില്ലെന്ന് പറഞ്ഞു. അത് ഇന്നലെ തീർന്നു. എനിക്ക് ഓരോ ദിവസവും ഓരോരോ കമ്പമാണ്. ഇന്നലെ കശുവണ്ടി പരിപ്പ് തിന്നണമെന്ന് തോന്നി, ഇന്നെനിക്ക് കപ്പലണ്ടി പരിപ്പ് തിന്നണമെന്ന് തോന്നുന്നു. എന്താ എടുക്കാനുണ്ടോ കയ്യിൽ? അതല്ല, പണത്തിനൊരു അത്യാവശ്യം വന്നു. ഈ കൊട്ടോടി വെച്ചിട്ട് ഇച്ചിരി പൈസ വേണം. ആയിക്കോട്ടെ, അതിങ്ങെടുക്കൂ. ഇതെങ്ങനെയാ ഇതിന്റെ പ്രയോഗം? ദേ ഇങ്ങനെ പിടിച്ചിട്ട് ടക്കോ 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 നല്ല പരിപ്പ് കിട്ടും. മംഗലം, നമുക്ക് തുടങ്ങിയാലോ? എന്താ കാര്യം? അച്ഛന്റെ കൊട്ടുപൊടി എനിക്ക് തിരിച്ചു വേണം. എന്താ നിങ്ങൾ അച്ഛനും മോളും കൂടി ആളെ കളിയാക്ക? ഇതിന്റെ വില നിങ്ങൾക്കറിയില്ല. ഇത് ഞാൻ തരില്ല. ചോദിച്ച പണം ഞാൻ കൊടുത്തു. ഇത് ഞാൻ തരില്ല. ഇനി രാഷ്ട്രഭാഷയിൽ പറയണോ? ഏ കൊട്ടുവടി ചൽത്തി സുൽത്തി ബൽത്തി നഹി. തരില്ല. മനസ്സിലായില്ലേ? തരൂലെന്ന്. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാനാ? ഞാനിത് ഇങ്ങനെ പിടിച്ചിട്ട് തിർദിർദേഹി വഴികാട്ടും. ചിലപ്പോ അങ്ങനെ പറയും, ചിലപ്പോ എടുത്ത് തറയിലടിക്കും, ചിലപ്പോ പുഴുങ്ങി തിന്നെന്ന് വരും. ഞാൻ പണം കൊടുത്ത് വാങ്ങിയ സാധനം എനിക്ക് എന്തും ചെയ്യാം. കണ്ടോ, ഞാൻ തറയിലടിക്കുന്ന കണ്ടോ? ഇങ്ങനെ അടിക്കും. ആരാ ചോദിക്കുന്നത് അല്ലേ? എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്താ ചെയ്യാ? കശുവണ്ടി എന്ന 4 അക്ഷരത്തിന്റെ വിലയറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുക വസ്തുവായിരിക്കും. പണം കൊണ്ട് അണ്ടി ഓഫീസ് വാങ്ങാം, കൊട്ടുപടി വാങ്ങാം. വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് ഈ നാട്ടിൽ. അതിൽ ഏറ്റവും വിലപ്പെട്ടത് ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവുകളാണ്. 100 കൊല്ലം ഒറ്റക്കാലിൽ തപസ് ചെയ്താലും കയ്യിൽ കശുവണ്ടിക്കറ പറ്റാതെ കശുവണ്ടി പൊട്ടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കശുവണ്ടിയും പരിപ്പും വേർതിരിച്ചെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ ബോധം ഉണ്ടാകുന്ന കാലത്ത് കുറ്റബോധം തോന്നും നിങ്ങൾക്ക്. കശുവണ്ടി കഴിക്കും തോറും രുചി കൂടുന്ന സാധനം. അലഞ്ഞിട്ടുണ്ട്, അതും തേടി. കശുവണ്ടി പൊട്ടിക്കണമെന്ന മോഹവുമായി വിയർത്ത് കുളിച്ച് ചെന്ന് കയറി കൊടുത്തത് കുണ്ടറ അണ്ടിയാപ്പീസിൽ. ആവശ്യം അറിയിച്ചപ്പോൾ വാച്ചർ വാതിൽ തുറന്നു. എങ്ങനെയെങ്കിലും തപ്പിത്തടഞ്ഞ് വറുപ്പ് വരെ ചെന്നു. മെയിൻ വറുപ്പുകാരൻ പറഞ്ഞു, ദക്ഷിണ വെക്കാൻ. ഗുരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ട്? ഒന്നുമില്ല. പറങ്ങേണ്ടി തല്ലാൻ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്റെ അമ്മ ചെയ്യണ ഞാൻ പിന്നെ മുന്നും പിന്നും നോക്കിയില്ല. ചമ്മരം പണിഞ്ഞ് അവിടെ ഇരുന്നിട്ട്
കൊട്ടുവടി കൊണ്ട് ഒരു ചാക്ക് പറങ്ങേണ്ടി ചന്ന പിന്നെ അടിച്ച് പൊട്ടിച്ച് അങ്ങേരെ മുമ്പ തള്ളിക്കൊടുത്തു. അങ്ങേരെ അന്തം വിട്ട് കണ്ണും തള്ളി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മെയിൻ വർപ്പാരൻ ഫ്ലാറ്റ്. പറങ്ങേണ്ടി തല്ലി മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് പറങ്ങേണ്ടി കറയാർന്ന കൈകളാൽ എന്നെ ചേർത്ത് പിടിച്ചു. പിന്നെ തലയിൽ ഒരു ചാക്ക് പറങ്ങേണ്ടിയും കൊട്ടുവടിയുമായി കാലമൊരുപാട്. സബറോങ്കി സിന്ദഗി പച്ചണ്ടി വർത്തണ്ടി കഥം ഹോ കൊട്ടുവടി ജാഥ. നിങ്ങൾ ഞങ്ങൾക്ക് വെറും തമ്പുരാനല്ല, കശുവണ്ടി തമ്പുരാന. കണിമംഗലം ക്യാഷ് ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കണം. അപ്പൻ വറപ്പുകാരന്റെ കയ്യിൽ നിന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ബോണസും ഗ്രാറ്റുവിറ്റിയും തിരികെ കിട്ടണം. ഇടത് മാറി വലത് മാറി ഇടം തിരിഞ്ഞ് വലം തിരിഞ്ഞ് ഇടതുകാൽ വലത്തോട്ട് വെച്ച് വലതുകാൽ ഇടത്തോട്ട് വെച്ച് ഞെരിഞ്ഞമർന്ന്. ഞെരിയുന്നുണ്ടോ? നന്നായി ഞെരിയുന്നുണ്ട്. അത്രയും ഞെരിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആശുപത്രി പോകേണ്ടി വരും. അപ്പോ ഇന്നത്തെ കളരി അവസാനിച്ചിരിക്കുന്നു. ഓ ആശ്വാസം. അപ്പം വരുന്നേ. കണ്ട, ഇവിടെ കളരി കഴിഞ്ഞ ഓടാ അപ്പം വരും. നല്ല ക്ഷീണമുണ്ട്. എനിക്കൊരു മുട്ടക്കറി. നിനക്കാ? എനിക്ക് കടലക്കറി. ആ കൊണ്ടുവാ. എടാ അതല്ല, പിന്നെ കൊളപ്പുള്ളി അപ്പം വറപ്പരം വരുന്നേന്ന്. ഓ ആ പണ്ടാര ഇവിടെ വന്നു. അപ്പാ, അപ്പൻ അറിഞ്ഞോ എന്ത്? വർഷങ്ങളായി പൂട്ടിക്കിടന്ന കണിമംഗലം അണ്ടി ഓഫീസ് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ പോണെന്ന്. ആരാ അതിന്റെ പിന്നിലെന്ന് അറിയാവോ? ആരാ അതിന്റെ പിന്നില്? ആ ജഗൻ. ഒരിക്കൽ ഈ മുറ്റത്ത് വന്നതാണ് അവൻ യാചിക്കാൻ. എന്റെ ചാത്തന്മാർ അവനെ കൊണ്ടുവരും. ചാത്തമ്പാറേ? ചാത്തന്മാരല്ല, ചാത്തന്മാർ. വറക്കുമ്പോൾ കരിഞ്ഞു പോയ പറങ്ങേണ്ടിയും കൈവിട്ട കൊട്ടോടിയും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓർത്താൾ നന്ന്. 16 കൊല്ലം 16 കൊല്ലം 16 ചേർത്ത് 32 കൊല്ലമായി. നിങ്ങൾ വയസ്സ് കൂട്ടണ അതാ കുറയ്ക്കണം? ഈ കണക്കിന് പോയാൽ നീ ഒരു കൊല്ലം തികച്ചു പോകില്ല. നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം. 16 കൊല്ലം മുമ്പ് ഞാൻ അടച്ചുപൂട്ടിയ കശുവണ്ടി ഫാക്ടറി നീ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പോവുകയാണല്ലേ? ഞാൻ കശുവണ്ടി ഫാക്ടറിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. താങ്കളുടെ കയ്യിലുള്ള രജിസ്റ്റർ ബുക്ക് തരണം. എന്നിട്ട് അവർക്ക് ബോണസ് കൊടുക്കണം, ജോലി തുടങ്ങണം. അതാണ് എനിക്ക് വേണ്ടത്. അറിയാം, നീ സൂത്രശാലിയായ ഒരു വറപ്പുകാരനാണ്. തോട്ടണ്ടി ലോഡ് ഇറക്കിയാൽ 16 ദിവസം കഴിഞ്ഞ് അത് പറക്കാൻ പറ്റൂ. അതാ കണക്ക്. ലോഡ് ഇറക്കിയാൽ എല്ലാ ചാക്കും പറക്കണം. നിനക്കറിയാമത് നടക്കില്ല. ഞാൻ രജിസ്റ്റർ ബുക്ക് നിന്റെ കയ്യിൽ തന്നിട്ട് വേണ്ടേ? പ്രളയം വന്ന് സകലത് നശിച്ചാലും കണിമംഗലം അണ്ടി ആഫീസിൽ ജോലി തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എടാ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് കരിങ്കണ്ണ, എന്നാൽ താൻ കേട്ടോ, പൊളിച്ചിട്ട തോട്ടണ്ടിയുടെ തോട് കൊണ്ട് തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ഈ ജഗന്നാഥൻ ഈ മണ്ണ് വിടും. ഈ തല ഉയർത്തി നിൽക്കുന്ന കശുവണ്ടി ഫാക്ടറിയാണ് സത്യം. അതിന് കുറെ പൊളിക്കും. ഇന്നലെ പെയ്ത മഴയത്ത് അവിടെയുള്ള തോട്ടണ്ടിയുടെ തോട് മുഴുവൻ നനഞ്ഞു. പിന്നെ നീ എന്തെടുത്ത് വെച്ച് കത്തിക്കും? ചമ്മിപ്പോയല്ലേ? ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ശമ്പള കുടിശ്ശിക തീർക്കാതെ എന്റെ തൊഴിലാളികൾ ആരും ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യില്ല. വറപ്പുകാരൻ തമ്പുരാൻ കീ! വറപ്പുകാരൻ തമ്പുരാൻ കീ! ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നീ സൂത്രശാലിയായ ഒരു കുറുക്കനാണെന്ന്. എന്നാലാ ഞാൻ തന്നെ മാറ്റി പറയുന്നു, നീ വെറും ഒരു കിഴങ്ങനായ കുറുക്കനാണ്. നിന്റെ പണിക്കാരും പണിയെടുത്തില്ലെങ്കിൽ എൻ്റെ കശുവണ്ടി ഫാക്ടറി പൂട്ടിപ്പോകുമെന്ന് വിചാരിച്ചല്ലേ? വെറും മണ്ടൻ. മലയാളികളെക്കാളും പണിയെടുക്കുന്ന ബംഗാളികളുള്ളപ്പോ കേരളത്തിലെ ഒരു കശുവണ്ടി ഫാക്ടറിയും പൂട്ടില്ല. ഹേയ്, ചുമ്മാ ആരും വിശ്വസിക്കരുത്. ഇതൊക്കെ അയാളുടെ സ്ഥിരം നമ്പറാണ്. നിനക്ക് വീണ്ടും തെറ്റി. ഇതർ ദേക്കോ ഭയ്യ, ആവോ നാ, ആവോ ഭയ്യ. ക്യാ അപ്പനല്ല,
ഒളപ്പുള്ളിയപ്പൻ അന്തസ്സായി പോയി ജോലിയെടുത്ത് ജീവിക്കാൻ നോക്കു പിള്ളേരെ. പറങ്ങേണ്ടി വറുത്ത് ജീവിക്കാനുള്ള മോഹം കൊണ്ട് ചോദിക്കുകയാണ്. അപ്പൻ്റെ കശുവണ്ടി ഫാക്ടറിയിൽ എനിക്കൊരു ജോലി തരാൻ പറ്റുമോ? ജീവിക്കാൻ വേറെ നിവർത്തിയില്ലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ വിരിച്ച വലയിൽ നീ വീണു. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഈ കണിമംഗലം മണ്ഡ്യാപ്പീസിലെ മെയിൻ വറപ്പുകാരനാണ് നീ. നമ്മുടെ വറപ്പുകാരൻ തമ്പുരാനെ തിരിച്ചു കിട്ടിയേ. അങ്ങനെ 6-ാം തമ്പുരാന്റെ സ്പൂഫും നമ്മൾ കണ്ടു. ഏറ്റവും അധികം ഞെട്ടിച്ചത് കണിമംഗലത്തെ അണ്ടിയാപ്പീസായിരുന്നു. ഞാനത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമായിപ്പോയി. സംഭവങ്ങളായിരുന്നു, രസമുണ്ടായിരുന്നു. ആൻഡ് ഈ ഫിഗർ കറക്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മുടെ എന്താണ് അപ്പൻ തിരുമേനിയുടെ ഫിഗർ കറക്റ്റ് ആയിരുന്നു. മൊത്തത്തിൽ ഒരു രസമുള്ള സ്കിറ്റ് തന്നെയായിരുന്നു. ആൻഡ് എന്തു പറയണു? നല്ല സ്കിറ്റായിരുന്നു, ഒരുപാട് ചിരിച്ചു. പറഞ്ഞ അശ്വതി പറഞ്ഞ പോലെ കണിമംഗലം അണ്ടിയാപ്പീസ് അത് ഷൂട്ട് ചെയ്തത് ഇതിനു വേണ്ടി തന്നെ ഷൂട്ട് ചെയ്തതാണോ? ഇതിനു വേണ്ടി വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്തെടുത്തല്ലോ. അണ്ടിയാപ്പീസിൽ ചെന്നെടുത്തത് അണ്ടി ഓഫീസിൽ പോയി എടുത്തതാ. ഡെഡിക്കേഷൻ. നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ നരേന്ദ്രപ്രസാദ് സാറിനെ ഒരിക്കൽ കൂടി നേരിട്ട് കാണാൻ സാധിച്ചു. അത്രയ്ക്ക് പക്ക നല്ല ഫിഗറായിരുന്നു. Very good. ഇത് ഈ മിമിക്രിക്കാരുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അറിയാം, നമ്മൾ മരിച്ചുപോയ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെ വീണ്ടും വേദിയിൽ എത്തിക്കാറുണ്ട്. മലയാളി പ്രേമികളുടെ മുമ്പിൽ എത്തിക്കാൻ ഞങ്ങളുടെ മിമിക്രിക്കാർക്ക് ഒരു ഭാഗ്യമുണ്ട്. ഞങ്ങൾ ഫിഗർ ചെയ്ത് ഓർമ്മയിലേക്ക് വീണ്ടും എത്തിക്കുന്നതിൽ മിമിക്രിക്കാർ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ന് ബിജു വർഗീസ് സാറിൻ്റെ ഫിഗറിൽ ഇങ്ങോട്ട് വന്നപ്പോൾ നരേന്ദ്രപ്രസാദ് സാറിനെ ഒരു നിമിഷം ഓർത്തുപോയി. അത്രയ്ക്ക് ഡിറ്റോ ഫിഗറായിരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ല സ്കിറ്റായിരുന്നു. ഓഡിയൻസിനെല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയല്ലായിരുന്നോ? ഓക്കെ, താങ്ക് യു. നെൽസൺ ചേട്ടാ, സൂപ്പർ സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ഫിഗർ പക്കയായിരുന്നു. പിന്നെ മോഹൻലാൽ നല്ല അടിപൊളി മോഹൻലാൽ ലാലേട്ടനായിരുന്നു. കൃഷ്ണൻ, എല്ലാവരും അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ആരാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ ആശാൻ ആരാണ്? അത് ഞാനാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഈ കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നതാണ്. ഇടമണ്ണിലയാണ്. അതിപ്പോൾ 2-3 വർഷമായിട്ട് ആ കശുവണ്ടി ഫാക്ടറി ഇപ്പോൾ അങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് സാധാരണ അവിടുത്തെ ജീവിതമാർഗ്ഗം തന്നെയാണ് കശുവണ്ടി ഫാക്ടറി തന്നെയാണ്. അപ്പോൾ അത് അടച്ചപ്പോൾ എല്ലാവരും പല ജോലിക്കായിട്ട് പോയി. അതെ, ഇവരിത് കാണുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ആ കശുവണ്ടി ഫാക്ടറി തുറക്കട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ പെർഫോമൻസ് കണ്ടു, നമുക്കൊക്കെ ഇഷ്ടമായി. അപ്പൊ എത്ര സ്റ്റാർസ് കൊടുക്കാമെന്നുള്ളത് നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം. സോ ഓഡിയൻസ്, എത്ര സ്റ്റാർസ്? 4 സ്റ്റാർസ് ആണ് ഓഡിയൻസ് നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിൽ തന്നിരിക്കുന്നത്. അപ്പൊ അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് പറക്കാട് ജ്വൽസ് തരുന്ന 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. ഈ ഗിഫ്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉല്ലാസ് ചേട്ടനെയും നെൽസൺ ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസിലേക്കാണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു പ്രശാന്ത് വിജയൻ. ഇത് 2ാം വരവാണ്. ഓക്കെ, അപ്പൊ 1ാം വരവിനെ കഴിഞ്ഞും ഗംഭീരമാവണമല്ലോ 2ാം വരവ് അല്ലേ? ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? കുറച്ച് താരങ്ങളാണ്, വ്യത്യസ്തമായ കുറച്ച് ഡയലോഗുകളാണ്. സാധാരണ സ്റ്റേജിൽ ആരും അധികം യൂസ് ചെയ്യാത്ത കുറച്ച് ഡയലോഗുകൾ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, ആദ്യം നമുക്കൊരു മറുഭാഷയിലേക്ക് തന്നെ പോകാം. ഹിന്ദി സിനിമയിലെ കിങ് ഖാൻ ഷാറുഖ് ഖാൻ്റെ അദ്ദേഹം ആദ്യകാലങ്ങളിൽ സിനിമയിലേക്ക് വന്ന സമയത്തുള്ളൊരു ശബ്ദം എന്ന് പറയുന്നത് ഈ രീതിയിലായിരുന്നു. किरण मैं तुमसे बहुत प्यार करता हूँ लेकिन आप मुझसे कुछ बात
ഈ രീതിയിൽ പോയിക്കൊണ്ടിരുന്നു ഒരുമാതിരി വിക്ക് പോലെ കരഞ്ഞിട്ട് പറയുന്നത്. പക്ഷേ ഈ ഡോൺ അതുപോലുള്ള സിനിമകൾ വന്നപ്പോഴത്തേക്കും കുറച്ച് നല്ല ബേസിലേക്ക് മാറി. അപ്പോൾ ഡോൺ സിനിമയുടെ ഡയലോഗ് എന്ന് പറയാം. हमारे धंधे में जब दूसरों को तुम्हारे जिंदगी से ज्यादा तुम्हारे मौत से फायदा हो, इट्स टाइम टू मूव ऑन. मैंने सोचा जाते जाते कुछ अच्छा सा काम करके जाऊं, लेकिन तुम लोगों ने मुझे मौका नहीं देता. वेरी सैड. लेकिन एक बात ध्यान में रखो, डॉन का भगाना मुश्किल नहीं, नामुमकिन है. ഇനി ആരാണ്? പൃഥ്വിരാജിന്റെ എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് പറയാം. ഈ പുഴയുടെ കരപിടിച്ച് നടന്ന അറബിക്കടല, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാൽ ഇരുവിഴഞ്ഞിപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരുവിഴഞ്ഞി അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇത് മൊയ്തീൻ്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഈ ചിത്രം ഒരു 40 വർഷങ്ങൾക്ക് മുൻപാണ് മലയാള സിനിമയിൽ എടുത്തിരുന്നെങ്കിൽ എൻ്റെ ഭാവനയിൽ അന്നത്തെ സുന്ദരനായ ഒരു വില്ലൻ KP ഉമ്മർ സാറായിരിക്കും മൊയ്തീൻ എന്ന കഥാപാത്രം ചെയ്യാൻ അനുയോജ്യനായിരിക്കുക. അദ്ദേഹമാണ് ഈ കഥാപാത്രം ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഭാവനയിൽ എങ്ങനെയാണ് അദ്ദേഹം ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നത് ഒന്ന്. ഈ പുഴയുടെ കരപിടിച്ച് നടന്നാൽ അറബിക്കടല, വെള്ളക്കടല, നിലക്കടല, അതിന് എത്ര കടവത്തും ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും അവനെയെല്ലാം ഞാൻ ബാലകലോത്സവം ചെയ്യും. ഇരുവഴിഞ്ഞി അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന, അവിടെ കുഞ്ഞമ്മ, നാത്തൂന്മാർ, പെങ്ങന്മാർ, എന്തിനേറെ അകത്തളത്തിൽ തളർന്നു കിടക്കുന്ന മുത്തശ്ശി വരെ ഈ മൊയ്തീന് സ്വന്തമാണ്. വാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഏതെങ്കിലും ഇരുട്ട് വാക്ക്. താങ്ക് യു. ഇനി ഇതേ ഡയലോഗ് അന്നത്തെ മറ്റൊരു സുന്ദരനായ വില്ലൻ ജോസ് പ്രകാശ് സാറ് ചെയ്തിരുന്നെങ്കിൽ. ബാബു, ഈ പുഴയുടെ കരുപിടിച്ച് കിടന്നാൽ അറബിക്കടല, അറബിക്കടലിന്റെ പുറം കടലിൽ വെച്ച് നമുക്ക് വൈദ്യങ്ങളും കൈമാറണം. ഇരുവഴിഞ്ഞ് അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല, വള, നെക്ലസ്, വൈരനമാല, ഇതെല്ലാം ഈ മൊയ്തീൻ സ്വന്തമാണ്. വാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഏതെങ്കിലും ചീത്ത വാക്ക്. ബ്ലഡി ഫുൾ. താങ്ക് യു. ഇനി മമ്മൂക്കയുടെ ശബ്ദം. സാധാരണയായിട്ട് മമ്മൂക്കയുടെ ശബ്ദം എല്ലാവരും വേറെ രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ നരസിംഹം എന്ന ലാലേട്ടൻ ചിത്രത്തിൽ മമ്മൂക്ക നന്ദകുമാർ മാരാർ എന്ന അഡ്വക്കേറ്റ് കഥാപാത്രം ചെയ്തപ്പോൾ ഒരു ഇംഗ്ലീഷ് ഡയലോഗാണ് അതിനകത്ത് മുഴുവനും പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് കാണാതെ പഠിച്ചിട്ടുണ്ട്, പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തെറ്റു വരുന്നെങ്കിൽ ക്ഷമിക്കുക. ഗ്രഹണം ബാധിച്ചിരുന്നാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്ത് വരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വയ്ക്കാം, വളച്ചൊരിക്കാം. പക്ഷെ ഒരു നാൾ ഒരിടത്ത് അത് പുറത്തു വരും. മിസ്റ്റർ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, shall I remind you something? It is quite on becoming an officer. I pity you for the dirty game that you have played in this case as a manipulator. A police officer is supposed to be the barking dog of the justice and the servant of the society. But instead, you behave like a mad barking dog of the wreck engines against a family enemy. A law-abiding citizen and an ex-judicial officer who always getting predominant consideration for his office than any personal relationship or any personal bondage. By incriminating this such a poisonous loyal fool, you had proved that you are ashamed of the total police force of the country. That's all, Your Honor. Oh, അത് പൊളിച്ച്. ഇതൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നെങ്കിൽ എവിടെയോ എത്തിയേനെ. 5 സർട്ടിഫിക്കറ്റ് എൻ്റെ വീട്ടിൽ ഇരിക്കില്ലായിരുന്നു. ബട്ട് വെരി ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ഓക്കേ, താങ്ക് യു. ഇനി കമൽഹാസൻ സാറിൻ്റെ വ്യത്യസ്തമായ ഒരു ശൈലിയിൽ അഭിനയിച്ചൊരു സിനിമയായിരുന്നു. എല്ലാ സിനിമയും വ്യത്യസ്തമാണ് അദ്ദേഹം ചെയ്യുന്നത്. പരീക്ഷണശാലകളാണ് സിനിമ എന്ന് പറയുന്നത്. എങ്കിൽ തന്നെയും സിംഹള ഭാഷ സംസാരിച്ച് അഭിനയിച്ചൊരു സിനിമയായിരുന്നു തെനാലി എന്നൊരു ചിത്രം. അതിനകത്തുള്ള ഒരു സെൻറ്റിമെൻറ്റ് ഡയലോഗ്, ജയറാമേട്ടന് മുന്നിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കഥ എന്തുകൊണ്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ഭയപ്പെടുന്നതെന്ന് പറയുന്നൊരു കഥ പറയുന്നുണ്ട്. അതൊന്ന് പറയുക അല്പം ലെങ്തിയാണ് എന്ന് പറയാം. சின்னல் எல்லாரும் ரொம்ப தைரியமான பண்ணுறேன்னுதான் சொல்லிவிடும். நானும் அப்படித்தான் இருந்தேன். அந்த நாளில் என் ஊரில் ஒரு கலவரம் வந்தது. அது என்ன கலவரம் என்று அன்னைக்கு எனக்கு விளங்கவில்லை, இன்னும் விளங்கவில்லை. திடீரிலிருந்து ஒரு நாள் ஆகாயத்தில் இந்த கூறுகை பிச்சு கொண்டு வீட்டுக்குள்ள நெருப்பு துண்டங்கள் மாறி வந்து வீணவங்க சொல்லடிக்கிறாங்க கூவிக்கொண்டு அப்பாவும் அம்மாவும் என்ற கையை பிடிச்சு கொண்டு வீட்டுக்கு வெளியே பாஞ்சு வந்தவங்க. ஒரு நெருப்பு துண்டு அப்பாவோட காலுக்கள் வந்து பட்டு கால துண்டாகி போயிடுச்சு. ஒரு ரத்தம். அம்மா அலறி கொண்டு புடவை தலைப்படுத்து கட்டி போட்டவங்க. அந்த நேரம் பார்த்து இரும்பு தொப்பியும் கையில் துப்பாக்கியுமாக 4-5 பேருங்க அங்கே வந்தவங்க. ஊரில் எல்லாரும் அம்மா ரொம்ப வடிவான மனைவி என்றான்னு சொல்லிவிடும். அது உண்மைதான். அந்த வடிவா விளையாட அன்றத்தோடு அந்த இரும்பு தொப்பிக்காரங்கள் பார்த்துட்டவங்க குற்றமில்லாத இருந்துட்டு அப்பாவை வெடி வச்சு கொண்டு போட்டு அம்மாவை கதற உள்ள இழுத்து கொண்டு போயினாங்க.
நான் சொன்னபடி എന്താണ് എന്നാൽ என்ன செய்ய முடியும் கையில் கிடைச்ச கல்லெல்லாம் எடுத்த புறத்து தூக்கி எறிஞ்சவன் அதில் ஒருத்தன் அந்த முடியை பிடிச்சு தூக்கி எறிஞ்சவன் தலை கல்லில் அடிபட்டு வளர்ந்து போகினார் கண்ணை திறந்து பார்க்க அடிவனண்டாமா அந்த வடிவெல்லாம் போய் தலைவரி கோலமா பிறவு பிடிச்ச மாதிரி இருந்தவர்கள் ஒரு மடியில் நான் ஒரு மடியில் இறந்து போனன்றப்பா நான் கோபப்பட்டு அழற ஆனால் அம்மா அடையில என்னை அட வேண்டாம் சொல்லவங்கள் நீ தான் ஒரு ஆண் பிள்ளை இனிமே ஒன்றுமே பயப்படக்கூடாது என்று சொல்லும் அந்த நிமிஷம் முதல் எனக்கு என்றாலும் பயம் டாக்டர் താങ്ക് യു ഒരു രക്ഷയില്ലായിരുന്നു ഇങ്ങനെ ഗൂസ് ബംസ് ഒക്കെ വന്ന ആ ഡയലോഗൊക്കെ കേട്ടിട്ട് വെരി ഗുഡ് പൊളിച്ചു. ഇനിയൊരു സാധാരണ സ്റ്റേജ് ചെയ്യുന്നൊരു ട്രെയിലറാണ്. 600 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കണക്കാക്കപ്പെടുന്ന ദിനോസറുകൾ എന്ന മഹാപ്രതിഭാസത്തെ ആദ്യമായി വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവരുന്നത് സ്റ്റീഫൻ സ്പീൽബർഗ് എന്ന സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ജുറാസിക് പാർക്ക് എന്ന ചിത്രത്തിലൂടെ അതിൻ്റെ ഒരു ട്രെയിലർ ചെയ്യാം. തമാശയ്ക്ക് വേണ്ടി മാത്രം ഒരല്പം മലയാളം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് ആരും സ്റ്റീഫൻ സ്പീൽബർഗിനോട് പോയി പറയില്ല എന്നൊരു വിശ്വാസത്തോടു കൂടി. ഓക്കെ. Steven Spielberg film Jurassic Park Part 2 The Last World. Now let's see. Miss Brigance house. Miss Brigance, let me do the celebration. ഞാൻ ഇറങ്ങി വാ. അല്ല മിസ് എവിടെ നമ്മളെ പോലെ പാങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ What the hell are you talking? Tanina, I'm talking English. Small dinosaur cutting bitch mother. Don't you hear that? I think that's happening sometimes in the morning. Do you want one? Yes, I want, sir. I remember good at challenge. You got challenge. What's noise? I think that's kind. I don't think so. Come around. Mr. Dinosaur, hands up. Dinosaur, the hands up. മനസ്സിലാവും കൈ വെക്കാൻ. And you can change your life. Take the stone. കല്ല് പറക്കി ചെറവര എറി. Steven Spielberg film Jurassic Park. ഇതുപോലുള്ള അന്യഭാഷാ ചിത്രങ്ങൾ സാധാരണ മലയാളികൾ ഒരിക്കലും ചിലപ്പോൾ തിയേറ്ററിൽ പോയി കാണണമെന്നില്ല. മൊഴിമാറ്റം ചെയ്ത് ഏതെങ്കിലും ചാനലുകൾ വരുമ്പോൾ നമ്മൾ വീട്ടിൽ ആതിഥേയം ഒരുകളിലിരുന്ന് കാണാറുണ്ട്. അതുപോലെ ജുറാസിക് പാർക്ക് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിന്റെ തമിഴ് മൊഴിമാറ്റം തമിഴ് ചാനൽ. இன்று இரவு உங்கள் கேடிவியில் காண தவறாதீர்கள். ஸ்டீவன் ஸ்பீல்பர்க் மாமாவோட டப் செய்து திரைப்படம் ஜுராசிக் பூங்காவனம். நடிக்குமார்கள் தினோசர், கார், ஹெலிகாப்டர், பச்சிலைக்காடு, ஆட்டின்காடு காண தவறாதீர்கள். வழங்குவார்கள் இதன் நீச்சாம் பாக்கு. உனக்கு எனக்கு அனைவருத்தவர்கள் சண்டை போட்டு வாங்குற பாக்க நீச்சாம் பாக்க. வாக்கு சாகிறதுக்கு நீச்சாம் பாக்க. வா துறதுக்கு நீச்சாம் பாக்க. தாம்பூலம் நிறையறதுக்கு நீச்சாம் பாக்க. வாங்குங்கள், சபைக்குங்கள், துப்புங்கள். is proudly present Jurassic പൂങ്കാവനം. டே பொன்னிச்சாமி பறக்கும் பக்கி போகுதுடா. நடபடி ஃபுல் ஹெலிகாப்டர் பார்த்து எந்த பேச்சு பீ கேர்ஃபுல். செல்வியே யார் இன்னைக்கு மாப்பிள்ளை இருக்க போயிட்டு நாளை வாங்க. உன்னை மாப்பிள்ளை தான் நீ கூப்பிடுறேன். என்னண்ணே நான் அப்பவே நினைச்சேன் நீங்க தான். ஆமா நானும் நினைச்சேன் அதை திரும்பி வந்துட்டல. ஆமா நம்ம பிள்ளைங்களுக்கு போயிட்டு இருக்க. நம்ம பிள்ளைங்களுக்கு பூங்காவனம் சுற்றி பார்க்கறது போயிட்டாங்க. எந்த பூங்காவனம்? ஜுராசிக் பூங்காவனம். அச்சச்ச பெருமாளே டேஞ்சரஸ் பை சொன்ன கேட்க மாட்டியா? அண்ணே இது என்ன ஸ்தலம் அண்ணே? உனக்கு தெரியாதா? இதான் பூங்காவனம், ஜுராசிக் பூங்காவனம். அந்த ஜீவி எப்படி வரும் அண்ணே? இந்த ஆட்டுங்கால போட்டா தான் வருவாரு. ஆமா தெரியுது. இது என்ன நேத்து பார்த்ததே இல்லையா? இல்லண்ணே. இதுக்கு பேர் என்ன? இதுக்கு பேர் தான் துப்பாக்கி தோக்கு. அந்த ஜீவியை சுட்டுக் கொள்றதுக்கு. நான் பார்க்கட்டுமா? இந்த பாரு நான் விடுவிக்கட்டுமா? நல்ல விடுவே. அண்ணே உண்டை தீர்ந்து போயிட்டாங்க. ஆமா நல்ல இருக்கு. அதுல 2 உண்டை மட்டும்தான் இருந்தது, தீர்ந்து போயாச்சு. இப்ப என்ன பண்ற? அந்த ஜீவி வருமா? வரும். நம்ம கிடைக்குமா? இல்ல நக்கும். அம்மா ஓடுவண்ண. டே முனியாண்டு நம்ம கதவுக்குள்ள யார மூட்டுறா. நடவண்ணி சாமி நேத்து ராத்து தூக்க வரல, சொன்ன கேட்க மாட்டியா? யாரு? டே வன்னிச்சாமி பெரிய ஓந்து வந்திருக்கிற ராசசப்பள்ளி நம்ம கொல்லுறதுக்கு உங்க கேடிவியில் காணத்தவராதிகள் பெரிய ஓந்துகள் நடித்த ஜுராசிக் பூங்காவனம். தேங்க்யூ. അടിപൊളി. താങ്ക് യു. സൂപ്പർ പെർഫോമൻസ്.
താങ്ക് യു. അപ്പൊ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ എന്നാണോ? അതെ, കഴിഞ്ഞോ? അതെ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും പ്രശാന്തിന് ഒരു ഗംഭീര കയ്യടി. ആൻഡ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പ്രശാന്ത് പറഞ്ഞു പ്രശാന്ത് അഭിനയിച്ച ഒരു ചിത്രം കൂടി റിലീസ് കാത്തിരിക്കുകയാണെന്ന്. എന്തായാലും ആ ചിത്രം റിലീസ് ആയിട്ടുണ്ട്, പ്രേമസൂത്രം അല്ലേ? അപ്പൊ അതിനകത്തൊരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്, അധ്യാപകനായിട്ട് അല്ലേ? അങ്ങനെ പറഞ്ഞിരുന്നു. യെസ്, അപ്പൊ അതെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, പ്രശാന്തിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ പ്രശാന്ത്, ഓൾ ദി ബെസ്റ്റ്, വീണ്ടും വരിക. താങ്ക് യു. ഡോ എന്താ ഇത്? ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇനി എന്നാണ് ജോലി? നാളെ കഴിഞ്ഞോ? ഹലോ, രണ്ടെണ്ണം അടിക്കുന്നെന്ന്. ഏതാ സാധനം? ചെണ്ടയാ, പുറത്ത് രണ്ടടി അടിക്കുന്ന. എന്നെ മനസ്സിലായില്ല? ഇല്ല, അതെ. ഈ രൂപവും ഭാവം ഒന്നും കണ്ടിട്ട് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. ഐ എം എ ഫേമസ് കൊറിയോഗ്രാഫർ. കുഞ്ഞപ്പൻ ടച്ച് റിവർ. കുഞ്ഞപ്പൻ ടച്ച് റിവർ. എന്താണ് ടച്ച് റിവർ? ടച്ച് റിവർ, തൊട്ട് പുഴ. അതെന്റെ സ്ഥലമല്ലേ തൊടുപുഴ? അത് തൊടുപുഴ എന്ന് പറഞ്ഞ പോരെ? അപ്പൊ അശ്വതി ടച്ച് റിവർ എന്ന് പറഞ്ഞൂടെ? അശ്വതി തൊടുപുഴ എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ? എനിക്കൊരു നാണക്കേടായിട്ട് തോന്നുന്നില്ല. ആണല്ലേ? പക്ഷെ ഞങ്ങളെ പോലുള്ള ഫേമസ് കൊറിയോഗ്രാഫേഴ്സിന് അത് നാണക്കേടാണ്. മനസ്സിലായില്ലേ? എന്താ ഇവിടെന്താ വന്നേ? ഇവിടുത്തെ ഈ കോമഡി മസാല എന്ന് പറഞ്ഞ പ്രോഗ്രാം കുറെ കൂടെ ഗംഭീരമാക്കണം. അപ്പൊ നിങ്ങളെയൊക്കെ ഒന്ന് പരിശീലിപ്പിക്കാൻ വേണ്ടി എന്നെ ഇവിടെ ക്ഷണിച്ചതാണ്. ആര് ക്ഷണിച്ച്? ഞാൻ എന്നെ തന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ്. എന്തേ എന്നെ ക്ഷണിക്കുന്നതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റെപ്പുകളൊക്കെ കാണിച്ചില്ല. അതൊക്കെ എന്താണ് അത്? അതൊക്കെ ഇവരെ പഠിപ്പിക്കാനാണോ വന്നത്? നിങ്ങളെ 3 പേരെ പഠിപ്പിക്കണം. നിങ്ങൾക്കൊന്നും ഡാൻസ് ഒന്നും അറിഞ്ഞുകൂടാന്ന്. അതിന് തനിക്ക് ഡാൻസ് അറിയാവോ? നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ കാണിക്കണേ? അവിടുന്ന് ഇവിടെ നോക്കി ഇങ്ങനെ നടന്നു വരിക, നേരെ വരും. അല്ലെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണോ ഡാൻസ്? സംഭവം കറക്റ്റ് ആണ്. ചേട്ടൻ പറഞ്ഞത് തനിക്ക് ഡാൻസ് അറിയാവോ? എനിക്ക് ഡാൻസ് അറിയാമെന്ന്. പാട്ടിട്, ഞാൻ കാണിച്ചു തരാം. പാട്ടിട്. ഒരു പാട്ടിട്ടാരെ. ഇതെന്താണ്? എന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ കഴിഞ്ഞ ദിവസം കളിച്ചപ്പം ഞാൻ ഊട് പാടവൻ എടുത്തിട്ട് അടിച്ചു. എനിക്കിഷ്ടമല്ല ഈ സ്റ്റെപ്പുകൾ. നിങ്ങൾ ഈ സ്റ്റെപ്പിനെ ഒരിക്കലും പുച്ഛിച്ച് തള്ളരുത്. വർഷങ്ങൾക്ക് മുമ്പുള്ള സ്റ്റെപ്പല്ലേ ഇതൊക്കെ? മിസ്റ്റർ നെൽസൺ ശൂരനാട്ടോ ആവശ്യമില്ലാത്ത വർത്താനം പറയും. നമുക്ക് ഏത് വേദികളിൽ, ഏത് ഷോയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സ്റ്റേജില്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെപ്പോലുള്ളവർ, ഞാനല്ല, നിങ്ങളെപ്പോലുള്ളവർ അത് ഡാൻസ് സ്റ്റേജിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന സമയത്ത് മുട്ട, തക്കാളി, മണ്ണ്, കല്ല് തുടങ്ങിയ സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് പല രീതിയിലും ഈ സ്റ്റെപ്പുകൾ നമ്മൾ കാണിക്കുന്നു. ഇതാ ഈ വിടവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതവനാണ് എറിഞ്ഞത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അതിപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് കല്ല് മണ്ണൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഇതുവഴി അങ്ങ് പോകും. അതുകൊണ്ടൊന്നും അറിയാത്ത ഈ തലയിൽ എന്താ ഇങ്ങനെ കിട്ടും? ഏതാ തല ഒരു ഇത് നമ്മൾ ആ തലക്കേറിയ അഥവാ ഈ സ്റ്റെപ്പ് കാണിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, കാരണം സ്റ്റെപ്പ് തെറ്റിയാൽ ഇവിടെ വന്ന് കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു വൈറ്റ് റിബൺ നമ്മളെപ്പോഴും കെട്ടിയിരിക്കും. ഇപ്പൊ റെഡ് ആണല്ലോ. എനിക്ക് കുറെ പ്രോഗ്രാം ഉണ്ട്. അത് കുറെ പ്രോഗ്രാം ഉണ്ടെന്ന് ആ ഷർട്ടൂടെ കണ്ടപ്പോ മനസ്സിലായില്ലേ? നല്ല വെള്ള ബനിയനായിരുന്നു. ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നല്ലേ? കുറെ പ്രാവശ്യമായിരുന്നു അത് സംഭവിച്ചത്. നമ്മളൊരു പെട്ടെന്നൊരു പാട്ടിട്ടാൽ ഡാൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ പെട്ടെന്നൊരു പാട്ടിട്ടാൽ പെട്ടെന്ന് സ്റ്റെപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫേമസ് കൊറിയോഗ്രാഫറായ കുഞ്ഞപ്പൻ ടച്ച് റിവറിനോട് ചോദിക്കുന്നു. പെട്ടെന്ന് ഇനി സംസാരിക്കണ്ട, പെട്ടെന്ന് പാട്ടിട്.
ഇതെന്ത് ഡാൻസ്? മധുവിനെ കാണിക്കാന്ന്? മധുവിനെ നിങ്ങൾ ഇട്ട പാട്ട് എന്തുവാ? എന്ത്? മധു മതി. ആ. അതെന്തോ നിർബന്ധം പോലെ മധു മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് ഡാൻസുകാരും മധുവിനെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മധു അല്ലാതെ പിന്നെ ജയം ചെയ്യാൻ പറ്റുമോ? എനിക്ക് ജയം മതി എന്ന് പറഞ്ഞാൽ പിന്നെ ജയം ചെയ്യേണ്ടി വരും. അതിന്റെ ആവശ്യമില്ലല്ലോ. മധു മതി എന്ന് നിങ്ങളല്ലേ പറഞ്ഞു? എന്റെ ചേട്ടാ ഇതൊന്നും അല്ലാണ്ട് എന്തെങ്കിലും വെറൈറ്റി ഡാൻസ് ചെയ്യാറുണ്ടോ? വെറൈറ്റി ഡാൻസ് വളരെ നല്ല ക്വസ്റ്റ്യൻ ആണത്. ഫയർ ഡാൻസ് ചെയ്യുന്നതിനോട് താല്പര്യമുണ്ടോ? ഫയർ ഡാൻസ് അടിപൊളി. അതാണ് ഞങ്ങൾ അംഗീകരിക്കാം. ഓക്കെ 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 ഫയർ ഡാൻസ്. ഈ പുള്ളിയെല്ലാം പ്രിപ്പയർഡ് ആണ് കേട്ടോ. ഫയർ ഡാൻസ് ഞാൻ എല്ലാ പ്രോപ്പർട്ടീസ് ആൾറെഡി. ഫയർ ഡാൻസ്. ശരി ശരി. ഓക്കെ. ഞെക്കരുത്. ചിലപ്പോൾ അവിടെ ഒന്ന് ഊതും. എന്നെ പോലെ കരിഞ്ഞു പോവരുത്. അത് ശ്രദ്ധിക്കും. ഒരു സെക്കൻഡ് ചെയ്യാൻ വരട്ടെ ചേട്ടാ. ഒരു മിനിറ്റ് ഞാനൊന്ന് വിളിച്ചോട്ടെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇവിടെ ചെയ്യണേന് ഇനിയിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന്. ഹലോ സാർ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? വേണ്ടേ? ശരി വേണ്ടേ? തുടങ്ങിക്കോളൂ. ഞാനത് കുടിച്ചത്. പെട്രോള് പിന്നെ വേണ്ട. അങ്ങനെയല്ലേ, ഒരുപാട് ഡ്യൂറേഷൻ വേണ്ട, ചെറുതായിട്ട് ചെയ്താൽ മതി എന്ന് പറയാൻ പറഞ്ഞു. അതാണ് ഞാൻ വേണ്ട. ഓക്കെ. ഒരു സെക്കൻഡ് കോള് വരുന്നു. ഒരു സെക്കൻഡ് ചെയ്യല്ലേ. ഹലോ വേണ്ട. ശരി തുടങ്ങാം നമുക്ക്. പാട്ട് ഇപ്പോഴും വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പെട്രോൾ കുടിച്ച്. അയ്യോ ഇംഗ്ലീഷ് പാട്ട് വേണ്ട, മലയാളം മതി എന്ന് പറയായിരുന്നു. ഇംഗ്ലീഷ് ഇട്ടല്ലേ ചെയ്യാറുള്ളത്. ഈ പ്രാവശ്യം വെറൈറ്റിക്ക് മലയാളം മതി എന്ന് പറഞ്ഞതാ. എന്തോ പോലെ ആണോ? അല്ലേ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ഫൈനലാക്കണേ. ഒരു സെക്കൻഡ് ചെയ്യല്ലേ. ഇപ്പൊ പറയാം. ഇപ്പൊ കൺഫർമേഷൻ പറയാം. ഹലോ വേണ്ടല്ലേ? ഫയർ ഡാൻസ് വേണ്ട. ഇപ്പൊ ശരിക്കും വേണ്ട കേട്ടോ ചേട്ടാ. എന്തറിയോ, ഇവിടെ തീ പിടിക്കാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ശരിക്കും വേണ്ടാന്ന് പറഞ്ഞു. സോറി കേട്ടോ. നീളമുള്ള ഒരു തിരി കിട്ടൂ. എന്തിനാ? എന്റെ അണ്ണാക്കിലോട്ട് ഇറക്കാൻ. എന്നിട്ട് കൊളുത്തി അങ്ങ് കൊല്ലന്നെ. ഇന്നത്തെ മസാല കൂട്ടുകൾ ഇവിടെ അവസാനിക്കുകയാണ്. കോമഡി മസാലയുടെ ഒരു പുത്തൻ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം us.